വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോഴും. ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. അവസാന നിമിഷം വരെയും ആത്മവിശ്വാസം നല്ലതാണ് എന്ന് നമ്മൾ പണ്ട് പറയാറുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ PV അൻവറിന്റെ ആത്മവിശ്വാസത്തെ ഒട്ടും കുറച്ച് കാണുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിശബ്ദമായിട്ടുള്ള പ്രചരണം അവസാന നിമിഷങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. നമുക്ക് റിപ്പോർട്ടർമാരിലേക്ക് പോകണം. പോളിംഗിൽ ബൂത്തുകളിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ്. ഇപ്പോൾ പലയിടങ്ങളിലും ബൂത്തുകൾ അടച്ചു, ചില ഇടങ്ങളിൽ ബൂത്തുകൾ അടച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു ബൂത്തിലും ക്യൂ ഇല്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. 72% പിന്നിട്ടിരിക്കുന്നു. അന്തിമ കണക്ക് അല്പസമയത്തുള്ളിൽ വരും. ഒരുപക്ഷെ 1-2% വ്യത്യാസം ഉണ്ടാവാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ 74% വരെ പരമാവധി എത്തിയേക്കാം. അതും കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വളരെ ഉയർന്നതാണ് ഈ പോളിംഗ് എന്നത് പ്രത്യേകം പറയേണ്ടി വരും. അതായത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ ഉയർന്ന പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 2016-ലെ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അത്ര എത്തിയിട്ടില്ല. നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധിക്ക് 65,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. പക്ഷേ അത് 61%, 62% അങ്ങോട്ട് പോളിംഗ് ഉണ്ടായിരുന്നു. വളരെ കുറവ് പോളിംഗ് ആണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയിരുന്നത് അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്. കാര്യം അവിടെ വിജയം ഏകദേശം സുനിശ്ചിതമായ ഒരു ഘട്ടമുണ്ട്. പക്ഷേ ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ 74% എന്നുള്ളത് ചെറിയ പോളിംഗ് അല്ല. റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. അതേപോലെ സാനിയ മുനോമിയുണ്ട്. സാനിയ മുനോമി, ഇപ്പോൾ പോളിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നു. എല്ലാ ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴയില്ല, വൈകുന്നേരം മഴയില്ലാതിരുന്നിട്ടും കാര്യമായൊരു തള്ളിക്കയറ്റം ഉണ്ടായില്ല അല്ലേ സാനിയ മുനോമി? അതെ അരുൺ, നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണുള്ളത് LDF-ന്റെ. ഇന്നിപ്പോൾ ഇത് കഴിയുമ്പോൾ, അതായത് തെരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിക്കുമ്പോൾ അവസാന നിമിഷങ്ങളിലുള്ള തള്ളിക്കയറ്റം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. രാവിലെയൊക്കെ മഴ പെയ്തു, ഉച്ചയ്ക്ക് ശേഷം മഴ മാറി നിന്നു. പക്ഷേ വലിയൊരു തിരക്ക്, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ബൂത്തിന്റെ എണ്ണം കൂട്ടിയത് കൊണ്ടുണ്ടായ ഒരു സൗകര്യം കൂടിയാണ് അതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഞാനും സ്ഥാനാർത്ഥി M സ്വരാജും കൂടി 159 ബൂത്തുകളാണ് കയറി ഇറങ്ങിയതെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടി വേണം. കാരണം അത്ര രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പോൾ വൈകുന്നേരം വരെ 159 ബൂത്തുകൾ കയറി കഴിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു പൾസ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ആളുകളുടെ ആവേശം ചോർന്നിട്ടൊന്നുമില്ല. ആളുകൾ വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് വോട്ട് ചെയ്തത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ അതുപോലെ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നത് നിലമ്പൂർ ജനതയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പലരോടും ചോദിച്ചിരുന്നു. പക്ഷേ അവർക്കൊന്നും അതിൻ്റെ ഒരു പ്രശ്നമില്ല. സർക്കാരിന് പണം പോകുമല്ലോ എന്നുള്ള പ്രശ്നം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നാണ് ഒരു ചേച്ചി അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് വരാൻ മടിയില്ല, ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളികളാവുക തന്നെ ചെയ്യുമെന്നാണ് ഒരു പ്രായമായ സ്ത്രീ നേരത്തെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാവർക്കും വളരെ ആഹ്ലാദത്തോടെ ഇപ്പോൾ ഈ പോളിംഗ് പെർസെൻറ്റേജ് കൂടി വന്നാൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വളരെ കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ കുറയാൻ സാധ്യതയുണ്ടാവൂ എന്നുള്ളതാണ്. ഏതായാലും സ്ഥാനാർത്ഥി ഇപ്പോൾ LDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനുള്ളിലാണുള്ളത്. അവസാനത്തെ ഒരു കണക്കുകൂട്ടലൊക്കെ ഉണ്ടാകും. പോയ ബൂത്തുകളിലേക്ക് ഒരു കണക്കൊക്കെ അദ്ദേഹം എടുക്കുന്നുണ്ടാകും. അതെ, അമരമ്പലത്ത് LDF-ന് ലീഡ് നേടിയ മണ്ഡലമാണ്. അതേപോലെ നിലമ്പൂരാണ് വലിയ ലീഡ് കൊടുത്ത മറ്റൊരു മണ്ഡലം. പിന്നെ കരുളായിയാണ് പഞ്ചായത്ത്. നിലമ്പൂർ, കരുളായി, അമരമ്പലം. അതെ, PV അൻവർ സ്ഥാനാർത്ഥി ആയിരുന്ന സമയത്ത് അമരമ്പലം അതേപോലെ കരുളായിയും നിലമ്പൂരും നല്ല ലീഡ് കൊടുത്തതാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ വോട്ട് എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളതിന് അന്തിമ ചിത്രം തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. അർജുൻ മട്ടന്നൂരുണ്ട് നമുക്കിപ്പം. അർജുൻ മട്ടന്നൂർ നിൽക്കുന്ന ബൂത്തിലും ഇപ്പോൾ പോളിംഗ് അവസാനിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായിട്ടും വലിയ രീതിയിലുള്ള ഒരു ആവേശം വോട്ടർമാരിൽ പ്രകടമായിരുന്നോ അതോ കഴിഞ്ഞ തവണത്തേതുപോലെ 2021-ലേക്ക് ഏകദേശം അടുക്കുന്ന ഒരു പോളിംഗിൽ അവസാനിക്കുകയാണോ കാര്യങ്ങൾ? ഡോക്ടർ അരുൺകുമാർ, ഞാൻ ഇന്ന് കവർ ചെയ്തത് അത് വഴിക്കടവ് പഞ്ചായത്താണ്. നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ ഒരു വൈദ്യുതി വേലിയിൽ തട്ടി ഒരു കുട്ടി മരിച്ച സംഭവം അടക്കം വലിയ തോതിൽ ചർച്ചയായ ഒരു മേഖലയാണ്. അതിൻ്റെ പേരിൽ ഈ മേഖലയിൽ വലിയ തോതിൽ പ്രതിഷേധ പരിപാടികളടക്കം നടന്നിരുന്നു. മാത്രമല്ല അതിന് മുൻപ് ഈ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായി UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് ഒരു സംഘപരിവാർ സഹയാത്രികനായ കൃഷ്ണരാജിനെ നിയോഗിക്കുന്നു. ഇതൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പഞ്ചായത്താണ്. ഈ വഴിക്കടവ് പഞ്ചായത്ത് എല്ലാ കാലത്തും UDF-നും LDF-നും ഒപ്പം മാറി മാറി നിന്ന ചരിത്രമാണ്. ഇന്ന് മിക്ക പോളിംഗ് ബൂത്തുകളിലും ഏതാണ്ട് 70% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ വലിയ തിരക്കുണ്ടായിരുന്നു. സ്ത്രീകളടക്കം വനിതാ വോട്ടർമാരടക്കം രാവിലെ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. ഇത് എന്തിൻ്റെ ട്രെൻഡാണ് എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഇത്തരത്തിൽ UDF-ലേക്കും LDF-ലേക്കും ഒരുപോലെ മാറി മറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു പഞ്ചായത്ത് ഇത്തവണ ആരുടെ കൂടെ നിൽക്കും, അതോടൊപ്പം തന്നെ PV അൻവർ ഇവിടെ നിന്ന് വോട്ട് പിടിക്കുമോ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. PV അൻവർ നേരത്തെ അവകാശപ്പെട്ടത് വഴിക്കടവ് അടക്കമുള്ള മേഖലകളിൽ നിന്ന് വലിയ തോതിൽ വോട്ട്
തനിക്ക് ലഭിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നു. എന്തായാലും ഈ കാര്യം അറിയാൻ നമ്മൾ കാത്തിരിക്കണം. പക്ഷേ ഇന്ന് മികച്ച പോളിംഗ് ആണ് വഴിക്കടവ് അടക്കമുള്ള മേഖലകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഈ 15 വയസ്സുള്ള അനന്തു മരിച്ച ആ വീടിനോട് ചേർന്നുള്ള മേഖലകളിലടക്കം ഇത്തരത്തിൽ വലിയ തോതിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ ട്രെൻഡാണ് എന്നാണ് ഇനി നമുക്കറിയേണ്ടത്. ഇപ്പോൾ ബൂത്തുകളിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 72% പിന്നിട്ടിരിക്കുന്നു. അന്തിമ കണക്കിലേക്ക് ഇനി നമുക്ക് അടുത്ത 1-2 മണിക്കൂറിനുള്ളിൽ അന്തിമമായൊരു കണക്ക് നമുക്ക് ലഭിക്കും. കഴിഞ്ഞ തവണത്തെ 76.86% അടുക്കുമോ, അതല്ല അതിന് തൊട്ടു പിന്നിൽ 1-2% പിറകിലായിരിക്കുമോ പോളിംഗ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് അറിയണം. എന്നാലും 72% പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് താരതമ്യേന മെച്ചപ്പെട്ട പോളിംഗ് ആണ്. കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മികച്ച പോളിംഗ് ആണ്. 150 ബൂത്തുകളിലെ ക്ലോസിംഗ് ഡാറ്റ വരുമ്പോൾ 72.31 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ബാക്കിയുള്ള വീട്ടിലെ വോട്ടും അതേപോലെ പോസ്റ്റൽ ബാലറ്റും എല്ലാം കൂടി ചേർത്താൽ 1% കൂടി വ്യത്യാസം നമുക്ക് പറയാം. 1% ഇല്ല, ഏകദേശം 0.7% വ്യത്യാസം മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ വന്നാൽ പോലും 73% ക്ലോസ് ചെയ്യുന്ന സാഹചര്യമാണ്. വളരെ കൃത്യമായി മീറ്റ് ദ എഡിറ്റേഴ്സിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു 3 മുതൽ 5% വരെ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം 3% കുറവാണ് കാണുന്നത്. നമ്മൾ അരുൺ സോളമൻ കൂടിയുണ്ട്. നമുക്ക് അതിനു മുമ്പ് ഒരു കുഞ്ഞിടവേള എടുത്ത് തിരിച്ചു വരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലെ ബൂത്തുകളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 72% പിന്നിട്ടിരിക്കുന്നു. 73% എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.